ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണവും അതുപോലെ തന്നെ കാൽസ്യവും മിനറലും ഒക്കെ അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചിക്കൻ വരും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെറുപയർ വരും, കടല വരും, പരിപ്പ് വരും. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് കുറച്ചിട്ട്, റൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാപ്സ് കൂടുതലുള്ള ഭക്ഷണമാണ് നമ്മൾ അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അരി കുറച്ചിട്ട് അതിൽ തന്നെ വേറെ ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ നിങ്ങൾക്ക് ആണെങ്കിൽ എന്താ പറയുക, ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ ദോശ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഗോതമ്പിൻ്റെ അല്ല, നോർമലായിട്ട് അരി ഭക്ഷണം കുറച്ചിട്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഓക്കെ. പിന്നെ രാവിലെയും ഉച്ചയ്ക്കൊക്കെ മെയിനായിട്ട് അരി ഭക്ഷണം കുറച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇതുപോലെ തന്നെ ചപ്പാത്തി, പരിപ്പ് കറി അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, പുട്ട്, കടല അങ്ങനത്തെ കാര്യങ്ങൾ നോർമലായിട്ട്. പിന്നെ ഉച്ചക്ക് നിങ്ങൾക്ക് അരി ഭക്ഷണം കഴിക്കാം, ഈവനിങ്ങും കഴിക്കാം. ഓക്കെ. ഇങ്ങനെയാണ് മെയിനായിട്ട് ന്യൂട്രീഷൻ്റെ ഇതായിട്ട് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കിറങ്ങുന്നതിന് മുമ്പ് നിങ്ങളാണെങ്കിൽ മെയിനായിട്ട് പഴം കഴിക്കാൻ നോക്കണം. കാരണം പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി പ്രൊവൈഡ് ചെയ്യണ കാര്യമാണ്. അത് ഫുട്ബോൾ കളിക്കുന്നതിനൊരു എന്താ പറയുക, ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ നിങ്ങൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീൻ കഴിക്കാം. നിങ്ങൾക്ക് മീൻ, അത് കാൽസ്യം കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് റെഡ് റൈസ് കഴിക്കാം. റെഡ് റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞവരരി എന്ന് പറയും. അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ സർക്കുലേഷൻ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമാണ് റെഡ് റൈസ് എന്ന് പറയും. അതിന് വെറും ഒരു 50-60 രൂപ എങ്ങാണ്ടുള്ളൂ. മെയിനായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആയുർവേദിക് കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടും. കാരണം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫൈബർ ശരീരത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൈബറൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്നിട്ട് വെള്ളം കുടിക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കഴിക്കാന്നുള്ളത്, നിങ്ങൾക്ക് പഴം കഴിക്കാം. കളിക്ക് മുമ്പിനും പഴം കഴിക്കാം. കളി കഴിഞ്ഞിട്ടും മെയിനായിട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ. പിന്നെ മെയിനായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. പുറത്തുനിന്ന് ഈ എന്താ പറയുക, ഓയിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ മെയിനായിട്ട് ഒഴിവാക്കുക പരമാവധി. കാരണം നമ്മൾ ഓയിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ പഞ്ചസാരയുടെ അളവ് മെയിനായിട്ട് കുറയ്ക്കുക. പഞ്ചസാര പരമാവധി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുക. അതായിക്കോളും നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഞാനിപ്പോൾ ന്യൂട്രീഷൻ പഠിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, പഞ്ചസാര ഒരിക്കലും ശരീരത്തിൽ അധികം നല്ലതല്ല. പഞ്ചസാര നല്ലതല്ല, അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നതും ശരീരത്തിൽ അത്ര നല്ലതല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നുണ്ട്. പിന്നെ കറി പൗഡർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതൊക്കെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഉപയോഗിക്കുന്നത് ഭയങ്കര പലതരത്തിലുള്ള കാര്യങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാര്യമാവും, കിഡ്നി സംബന്ധമായുള്ള രോഗങ്ങൾക്ക് കാരണമാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മെയിനായിട്ട് നോക്കാം. പിന്നെ നിങ്ങൾ വീട്ടിൽ കഴിക്കണം. നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾ മേടിച്ചെന്നല്ല, വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ. അതിൽ അരി ഭക്ഷണം കുറച്ചിട്ട് ഇങ്ങനെ ചപ്പാത്തി കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വെള്ളയപ്പം അങ്ങനത്തെ ഉള്ള, നിങ്ങൾക്ക് എന്തിട്ടാണോ വീട്ടിലുണ്ടാക്കുന്ന ആ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. മനസ്സിലായി. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഫുട്ബോൾ കളിക്കുന്നവർ നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് ഉറങ്ങണം. അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കാരണം 8 അവേഴ്സ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നവർ മനസ്സിലാവും. നിങ്ങൾക്ക് നന്നായിട്ടൊരു ഫുട്ബോളർ അല്ലെങ്കിൽ നല്ലൊരു പ്ലെയർ നിങ്ങൾക്ക് ആവണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യണം, നന്നായിട്ട് ഭക്ഷണവും കഴിക്കണം. അതുപോലെ തന്നെ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ടിൻ്റെ ഒരു റൊട്ടീൻ ഞാൻ നിങ്ങൾക്ക് ഇടാം. പിന്നെ ന്യൂട്രീഷൻ്റെ ഞാൻ നിങ്ങൾക്കൊരു പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും.